ഹലോ ഹലോ. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷമാണ് ഒരു ലോങ് വീഡിയോയിൽ വരുന്നത് അല്ലേ. കാരണം ഒരുപാട് തിരക്കും കാര്യങ്ങളായതുകൊണ്ട് നമുക്ക് ഒട്ടും സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല വീഡിയോ ഒന്ന് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഷോർട്സ് വീഡിയോസ് മാത്രമേ ഇപ്പം കുറച്ച് നാളായിട്ട് നമ്മൾ എടുക്കുന്നുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ വീഡിയോ വളരെ കുറവാണ്. അതെ, വളരെ കുറവാണ്. അപ്പോൾ ഇന്ന് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വിശേഷപ്പെട്ട ദിവസം അല്ലേ. ഇവക്ക് ഒരു പ്രധാനപ്പെട്ട ദിവസം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇവള് ശരിക്കും ഇവിടെ വന്ന് വരുന്ന സമയം മുതലേ വരുന്നതിന് മുമ്പേ നമ്മൾ ആഗ്രഹിച്ച ഒരു കാര്യം അല്ലേ. കഴിഞ്ഞല്ലോ എനിക്കിങ്ങനെ എന്നാ സംഭവം എന്ന് വെച്ചാൽ ഇവിടെ മഞ്ഞ് വീണിട്ടുണ്ട്. അടിപൊളി. ഇന്നത്തെ ദിവസം ഇവിടെ മഞ്ഞ് വീണിട്ടുണ്ട് നമ്മളെ വീട്ടിന്റെ മുമ്പിലും മൊത്തത്തില്. അപ്പോ ഉച്ചക്കൊട്ട് വീഴാൻ തുടങ്ങിയത്. ഇപ്പം ചെറുതായിട്ട് നിന്നിട്ടില്ല, പക്ഷെ ചെറിയ തരിതരിയായിട്ട് ഇപ്പൊ വന്നുള്ളൂ. അപ്പോ നമ്മൾ മുന്നേ ഒരു ലോങ് വീഡിയോ എടുത്തിട്ട് നിങ്ങളെ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് പിന്നെ മഞ്ഞുവീഴ്ചയുടെ തുടക്കത്തില്ല. പക്ഷെ അത് കാര്യമായിട്ടൊന്നും വീണില്ല. കുറച്ച് സമയം ഒരു അരമണിക്കൂർ മാത്രം, പിന്നെ മഴ പെയ്യും. അതെ, 1 മണിക്കൂർ നേരം പെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പൊ തന്നെ സ്റ്റോപ്പ് ആവുമായിരുന്നു. അപ്പൊ ഇപ്രാവശ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടിന്യൂ ആയിട്ട് ഇപ്പൊ ഒരു 5 മണിക്കൂർ 6 മണിക്കൂറായിട്ട് ഇപ്പോ മഞ്ഞ് വീണുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ഇങ്ങനെ വീഴുമ്പോ നമ്മൾ എടുക്കുന്ന ശേഷം കറണ്ട് പോയി. നമ്മളത് അപ്പുറത്തെ സൈഡിൽ വീട്ടിന്റെ മുകളിലൊക്കെ നിങ്ങൾക്ക് ഒരു വെള്ള കളർ ഇതാ കാണുന്നുണ്ട്. അപ്പൊ ശരിയായ കാഴ്ച നമ്മളെ എപ്പോഴും ഷോർട്സിന്റെ അകത്ത് കാണിക്കുന്ന വീടേ അല്ല. ഞാനിപ്പോ സ്റ്റാറ്റസും സ്റ്റോറിയൊക്കെ കിട്ടുന്ന സമയത്ത് ഇത് നിങ്ങളെ വീടാണോ, ഇത് നമ്മള് ഫ്രണ്ടിലുള്ള കാഴ്ചയാണോ എല്ലാവരും ചോദിക്കുന്നത്. കാരണം അത്രയും അടിപൊളിയായിട്ട്. ഏതായാലും നമുക്ക് പിന്നെ കാഴ്ചകളൊക്കെ നിങ്ങളെ കാണിച്ചു തരാം. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ വീഡിയോ ഇപ്പൊ എടുക്കുന്നത്. അപ്പൊ ഇപ്പൊ സമയം നമ്മൾ ഏകദേശം ഒരു 9 മണി 9:30 ആയിട്ടുണ്ട് ഇപ്പൊ സമയം. അപ്പോൾ വൈകുന്നേരം 4 മണി 4:30 മുതലേ വീഴാൻ തുടങ്ങിയതാണ്. അപ്പോൾ ഇപ്പോഴാണ് കുറച്ചു മുമ്പ് ഒരു 10 മിനിറ്റ് മുമ്പ് വരെ പിന്നെ 3:30ക്ക് ശേഷം തന്നെ തുടങ്ങിയതാണ്. അപ്പോൾ അതിനുശേഷം ഇപ്പോഴാണ് കുറച്ചു മുമ്പാണ് ഇത് സ്റ്റോപ്പ് ആയത്. അപ്പോൾ ഇതിനു മുമ്പ് കറണ്ട് ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് നിങ്ങളെ കുറച്ച് നേരത്തെ കാണിക്കണം എന്ന് വിചാരിച്ചു. പക്ഷെ അതൊന്നും കാണിക്കാൻ പറ്റാതെ. അപ്പോൾ ഏതായാലും നമ്മൾ ഈ കാഴ്ചകളൊക്കെ നിങ്ങളെ കാണിച്ചു തരാം. ഇത് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ട് വശമായിട്ടോ. ഇത് നമ്മുടെ മുറ്റമാണിത്. കണ്ടോ, കംപ്ലീറ്റ് ആയിട്ട് വീണിട്ടുണ്ട്. നമ്മൾ മുന്നേ കാണിച്ചതിനെക്കാട്ടിയും അല്ലേ കൂടുതൽ. മരത്തിൻ്റെ ഒക്കെ മുകളിൽ നോക്കിയാൽ ചെറുതായിട്ട് കൂടുന്നുണ്ട് തോന്നല്ലേ. ഇതിലെ കുറച്ചു മുമ്പ് വണ്ടി പോയി. വണ്ടി പോയതിൻ്റെ അടയാളത്. അതെ, നേരത്തെ ഇതിൻ്റെ ഇരട്ടി ഉണ്ടായിരുന്നു. ഇപ്പം കുറച്ച് കുറഞ്ഞതാണ്. എന്നാലും വീണ്ടും തുടങ്ങിയിട്ടുണ്ട് അല്ലേ. ഇപ്പം നമ്മൾ ഫ്രണ്ട് വ്യൂ വീടിൻ്റെ മുൻവശം ഒന്ന് കാണിച്ചു കൊടുക്കാമല്ലോ. ഇതാ കണ്ട, ഇതാണ് നമ്മുടെ വീടിൻ്റെ മുൻവശം. കണ്ട, ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കലാന്നേ. ഇതാണ്ട. അപ്പോൾ വേറെ ഒരു ഫാമിലി ഉണ്ട് ഇവിടെ. അവർ മഞ്ഞിൽ കിടന്നുകൊണ്ട് ഫോട്ടോഷൂട്ടിലാണ്. മഴയല്ല, അതാ മഞ്ഞ് തന്നെയാണ് ഇത് വീഴുന്നത്. അങ്ങോട്ട് സ്ഥലമുണ്ടോ? അങ്ങോട്ട് നടക്കും. നമ്മളധികം നടക്കുന്ന സ്ഥലങ്ങളാട്ടെ ഇതെല്ലാം. മരെല്ലാം നോക്കി ശരിക്കും ക്രിസ്മസ് ട്രീ പോലെയുണ്ട്. നിങ്ങൾ ഈ വഴിയെല്ലാം കണ്ടിട്ടുണ്ടാവും. അതെ, നമ്മൾ അധികം ഫോട്ടോയിലും എല്ലാം ഈ വഴികൾ കാണുന്നുണ്ടാവും നിങ്ങൾ. ഇപ്പൊ കണ്ടില്ലേ ഈ വീഴുന്നത് മഞ്ഞ. പക്ഷെ അധികം നിൽക്കാൻ പറ്റാട്ടെ, നല്ല തണുപ്പ്. മരെല്ലാം കണ്ടേ, നല്ല വെള്ള പെയിന്റ് അടിച്ച പോലെ ഇല്ലേ. അത് ഫുൾ ഐസ് തങ്ങി നിൽക്കുന്ന കേട്ടോ. നമ്മളങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് ഇത്രയും കണ്ട കട്ടിയിൽ വീണിട്ടുണ്ട് ഇവിടെ. 3-4 മണിക്കൂറായിട്ട് വീഴുന്നതുകൊണ്ട് തന്നെ നല്ല കട്ടിയിൽ. വേണ്ട, ആൾക്കാർ കാല് വെച്ചതിൻ്റെ ഇത്രയും പൂട്ട് പോയിട്ടുണ്ട് കാലകത്തേക്ക്. അതെ, ഇപ്പോഴും കണ്ടിന്യൂ ആയിട്ട് മഞ്ഞ് വീണ് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് മഴയല്ല, മഞ്ഞാണ് കേട്ടോ. അതെന്നോ നല്ല ടേസ്റ്റ് ഉണ്ടോ? വേണ്ട, ഒരാളിവിടെ കഴിച്ച് തിന്നിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഐസ് എന്താ നമ്മൾ നടന്നു വന്ന വഴിയായതേ. ഇതിവിടെ ഒരു മരം കണ്ടാ. ഓക്കെ, ഞാനൊരു ഷോർട്സിന് വേണ്ടി ഒന്ന് കുലുക്കി. ഇത് കുറച്ച് ഹൈറ്റ് കൂടുതലുള്ള മരമാണ്. കാറിൻ്റെ എല്ലാം അവസ്ഥ കണ്ടാ. ഇതാ ഇതുപോലെയുള്ള മഞ്ഞിൽ കൊളിച്ചിട്ടല്ലേ. നമ്മളെ വീട് എന്തൊരു ഭംഗിയാന്നറിയാം. അതെ, നമ്മൾ ആ ഫ്രണ്ട് വ്യൂ കാണിച്ചു തന്നില്ല അല്ലേ. ഇതാ നോക്കാം, അതാ വീടുകളുടെ എല്ലാം മുമ്പിലായത്. നമ്മൾ മുമ്പ് നിങ്ങൾക്ക് വീഡിയോയിൽ കാണിച്ചു തന്നിട്ടില്ല. നമ്മൾ ഈ ദീപാവലിക്ക് ലൈറ്റിങ് കാര്യങ്ങളൊക്കെ നമ്മൾ കാണിച്ചു തന്നില്ലേ. അത് ആ വീടുകളാണ് ഇതൊക്കെ. അതിൻ്റെ വഴിയാ. ഇതെല്ലാം വണ്ടി പോയിട്ട് ചളിയല്ലേ. ഇത് ലേശം വീഴുന്ന
സമയമാണ്. നേരത്തെ ഇത് നല്ല കട്ടിയിലും ഉണ്ട്, ഇപ്പം കുറവാ. അന്നേരം നമുക്ക് അങ്ങനെ വരാൻ പറ്റില്ല, കാരണം നടക്കാൻ പോലും അവിടെ അല്ലേ. അതിന്റെ നാവ് ആദ്യം കുഴഞ്ഞു തുടങ്ങി. നാവ് കുഴഞ്ഞു തുടങ്ങിയല്ലേ? അയ്യോ, ഇനി മഞ്ഞ് കണ്ടില്ല എന്ന് അറിയില്ലല്ലോ അല്ലേ? സത്യം പറഞ്ഞാൽ ഞാൻ ശരിക്കും സങ്കടപ്പെട്ടു, കാരണം എല്ലാ കൊല്ലം വീഴുന്ന സമയം കഴിഞ്ഞു പോലും ഇവിടുത്തെ. അതെ അതെ. അപ്പൊ എല്ലാരും പറഞ്ഞായിരുന്നു ഗ്രൗണ്ടിലോട്ട് നടക്കാം. ഓക്കെ, അവിടെ ഫോട്ടോഷൂട്ട് ആണ്. അവിടെയൊക്കെ അതാ കുറെ ഫാമിലീസ് ഫോട്ടോഷൂട്ട് നടത്തുന്നുണ്ട്. നമുക്ക് അതുവഴി ചുറ്റിയിട്ട് അതെ പകൽ വെളിച്ചത്തിൽ, ഇതിപ്പോ രാത്രി ലൈറ്റിങ്ങിലല്ലേ, പകൽ വെളിച്ചത്തിൽ നല്ല ഭംഗി ഉണ്ടാവും. അന്നേരം മഞ്ഞ് വീഴുന്ന കാണാനും ഭയങ്കര ഭംഗിയാണ്. ഇതിപ്പോ നമുക്ക് ഈ ഒരു സ്ഥലത്തെ മാത്രമേ കാണുള്ളൂ. രാവിലെ നമുക്ക് ദൂരെയുള്ള എല്ലാം കാണാൻ പറ്റും, മൊത്തം കാണാൻ പറ്റും നമുക്ക്. നല്ല വെളിച്ചത്തില് രാവിലത്തെ വേറെ തന്നെ വ്യൂ. ഇവിടെ വെളിച്ചമുള്ളതുകൊണ്ടാണ് നമുക്ക് നല്ല ഭംഗിയിൽ കാണാൻ പറ്റുന്നത്. ഉച്ചക്ക് എപ്പോ വീണത്? അന്നൊരു ദിവസം ഉച്ച സമയത്ത് വീണത്. ശരിയാ. പക്ഷെ നമുക്ക് ലോങ് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല, നമ്മളെ ഷോർട്സ് എടുത്തിട്ടുണ്ടായിരുന്നു. ചെറിയ എല്ലാ മരങ്ങളും കണ്ടതാ, വെള്ള കളറിലുള്ളത്. ഇവിടെ കുറച്ച് വെള്ളം മിക്സ് ആണെന്നല്ലേ, അതുകൊണ്ട് ചളി പോലെയാ അല്ലേ? ഇവിടെ മഴവെള്ളമുള്ളയോ അതുകൊണ്ട് ഫുള്ള് ഇത് ചളി പോലെ. 3 ദിവസമായി കണ്ടിന്യൂസ് മഴ. 2 ദിവസത്തെ മഴ കഴിഞ്ഞ് 3-ാമത്തെ ദിവസമാണല്ലേ മഞ്ഞായിട്ട് മാറിയത്. എപ്പോഴും വെതർ നോക്കും, എപ്പോഴും വെതറിന്റെ അകത്ത് ഇങ്ങനെ സ്നോഫ്ലേക്സ് കാണാൻ പറ്റും. ഞാൻ ഇന്നെങ്കിലും വീണാൽ മതിയായിരുന്നു. എല്ലാ പ്രാവശ്യവും വീഴുന്നത് ഇതുപോലെ തന്നെയാണ്. ആദ്യം മഴയാ വരിക, പിന്നെ അത് മഞ്ഞായി മാറുന്ന. ഈ വണ്ടികളുടെ ഷെഡിൽ കയറ്റി വെച്ചുകൊണ്ട് അധികം പ്രശ്നമില്ല, അതിൻ്റെ വെള്ളമൊന്നും വീണിട്ടില്ല. അതെ, നമ്മളങ്ങനെ നടന്ന് കുറച്ചുകൂടി ദൂരോട്ട് ഇങ്ങോട്ട് എത്തിയിട്ടുണ്ടേ. ഇപ്പോഴും എന്താ മഞ്ഞ് പൊടിഞ്ഞോണ്ടിരിക്കുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ സ്ഥിരം നടക്കുന്ന വഴികളാട്ടാ അല്ലേ? കംപ്ലീറ്റ് ഓരോ മരങ്ങളിലും മുകളിലും വീണത് ശരിക്കും വേറെ. ഇവിടെ പക്ഷെ കുറച്ചൊരു പച്ച കാണുന്നുണ്ടല്ലേ, എന്നാലും ഉണ്ട്. ഇതൊക്കെ ഫുൾ വെള്ളയാണ്, ഈ മരങ്ങളൊക്കെ ഫുള്ള് വെള്ളയാണ്. വഴുക്കുന്നുണ്ടോ? നാളെ ഇനിയിപ്പോൾ ഇത് വീണ് കഴിഞ്ഞതിന് ശേഷം ഇനിയിപ്പോൾ നാളെയാണ് കംപ്ലീറ്റ് വഴുക്കാൻ തുടങ്ങും കേട്ടോ. ഇത് അലിയാൻ തുടങ്ങുമ്പോൾ സ്ലിപ്പാവാൻ തുടങ്ങും. ഒരുപാട് ആൾക്കാർ വീണ് കൈയും കാലും മുറിവ് പറ്റലുണ്ട്. ഒരു വണ്ടി കണ്ട മഞ്ഞിൽ പൊതിഞ്ഞു വെച്ചതുപോലെ ഇല്ലേ, കംപ്ലീറ്റ് മഞ്ഞ് വീണിട്ട്. ഇതിവിടെ ഒരു കോർട്ടാണ്, ഒരു ചെറിയൊരു ബാഡ്മിൻ്റൺ കോർട്ട് പോലത്തെ ഒരു കോർട്ടായത്. അതിൻ്റെ പുറത്തുള്ള നെറ്റാണ്, അതിൻ്റെ മുകളിൽ കംപ്ലീറ്റ് ഐസ് വീണിട്ട് ഇതുപോലെ ആയിട്ടുണ്ട്. പിന്നെ ഇത് നമ്മുടെ മറ്റേ ദേവദാരുവിൻ്റെ മരം മുൻപ് നമ്മൾ കാണിച്ചിട്ടുണ്ട് വീഡിയോയിൽ. നല്ല കട്ടിയിൽ വീണിട്ടുണ്ടല്ലോ അതിന് മുകളിൽ. ദേവദാരുവിൻ്റെ മരം ഇത്. അതിൻ്റെ തൊട്ടപ്പം തന്നെ വേറൊരു മരമുണ്ട്. ഇതെന്താ ഭംഗിയല്ലേ, അതിൻ്റെ മുകളിൽ ലൈറ്റ്, അതിൻ്റെ മുകളിൽ ട്യൂബിൻ്റെ ആ വെളിച്ചടിക്കുമ്പോൾ എന്തൊരു ഭംഗിയാ. ഇങ്ങോട്ടൊക്കെ ഹായ് നല്ല അപ്പൂപ്പൻ താടീനെ മറ്റേ ഇതുമാതിരി ഉണ്ടല്ലേ, വെള്ള കളറിൽ. എന്താ കണ്ട നല്ല ഭംഗിയില്ലേ. അപ്പോൾ ഇനി നമുക്ക് അങ്ങോട്ട് നടന്നു പോകാം അല്ലേ? നമ്മൾ ഇവിടുത്തെ ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞ് ഇനി വീണ്ടും നമ്മൾ തിരിച്ച് നടക്കുകയാണ് ഗൈസ്. നല്ല കട്ടിയിൽ തന്നെ വീണു അല്ലേ? നമ്മൾ ചവിട്ടുമ്പോൾ അവിടെ അമർന്നു പോകുന്നുണ്ടല്ലേ മഞ്ഞില്. നല്ല കട്ടിയിൽ വീണിട്ടുണ്ട് അല്ലേ? ഈ കുറ്റിച്ചെടീൻ്റെ മുകളിൽ അത്രയും ഹൈറ്റിൽ വീണിട്ടുണ്ട്. മഴയായി അല്ലേ? മഞ്ഞ് മാറി ഇതാ മഴയായിട്ടുണ്ട്. വെള്ളത്തുള്ളികൾ വീഴുന്നുണ്ടാ. മിക്സ് ആയിരിക്കും, അത് മിക്സ് ആയിരിക്കും. ആ വീടിന്റെ മുകളിലൊക്കെ സീലിങ്ങിന്റെ മുകളിൽ അല്ലേ, ഒരു കേക്ക് കഷ്ണം വെച്ച മാതിരി അല്ലേ? ഇതാണ്ട് ഈ സൈഡിൽ റോഡ് സൈഡിലുള്ള മരങ്ങളെല്ലാം ഇങ്ങനെ ഐസ് തങ്ങി നിൽക്കുന്നുണ്ടാ. ഇതാ ഇത് പോകുന്നത് ലൈൻ കമ്പിയാണ് കേട്ടോ, പോസ്റ്റിലേക്ക് പോകുന്ന ലൈൻ കമ്പി. അത് നല്ല അടിപൊളി കളറായിട്ട്
പൂജാരി അവളുടെ ഫ്രണ്ട് അവിടുന്ന് ഹായ് പറയുന്നുണ്ടേ. എല്ലാവരും ഫോട്ടോഷൂട്ടിലാണ്. അങ്ങോട്ട് പോവാൻ നമുക്ക് അന്നേരം മനസ്സിലാവും ആരാന്നല്ല. നമ്മളെ കപ്പിൾ ഫോട്ടോ കിട്ടിയില്ല ഗൈസ്. നമ്മളടുത്തായിട്ട് അതിൻ്റെ പരിപാടിയിലാണല്ലേ. ആരെങ്കിലും കൈയോടെ പിടിക്കണം, എന്നിട്ട് നമ്മൾ ഫോട്ടോ എടുപ്പിക്കണം. ഇത് ഗ്രൗണ്ട് ആട്ടോ. ഇത് ഗ്രൗണ്ടിൽ ഫുള്ളുണ്ട്. അതാ പരവതാനി വിരിച്ചത് മാതിരി ഉണ്ട്. അങ്ങോട്ട് പോകണ്ട, അങ്ങോട്ട് വെള്ളം ഉണ്ടാവും മിക്സ്. അങ്ങനെ അവർ ഫോട്ടോഷൂട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇവരുടെ ഫ്രണ്ട് അപ്പോൾ അവർ രണ്ടുപേരെ ഫോട്ടോ എടുക്കുന്ന ഫോട്ടോഗ്രാഫർ. आप लोग का हाय कर दो, हाय कर दो. ഇവരും നമ്മളെ പോലെ ഒരു ഫോട്ടോ പ്രാന്തന്മാരാണ് കേട്ടോ. ഇതാണ് ഗ്രൗണ്ടിൻ്റെ സ്റ്റേജ് ആയത്. സ്റ്റേജിൻ്റെ മുകളിൽ കണ്ടില്ലേ, അതിൻ്റെ സൈഡിലത്തെ കൈവരി. അതായത് ഫുട്ബോൾ പോസ്റ്റ്, ഗോൾ പോസ്റ്റ് ചെയ്ത് അതിൻ്റെ മുകളിൽ ഇതുപോലെ വീണിട്ടുണ്ട്. ഇതവിടെ ഒരു ദേവദാരുവിൻ്റെ മരം കണ്ടില്ലേ, അടിപൊളിയായിട്ട്. ആ ലൈറ്റിങ് വരുമ്പോൾ നല്ലൊരു ഭംഗിയുണ്ടല്ലേ. അത് കഴിഞ്ഞ് ദീപാവലിക്ക് ഇവർ കൊടുത്ത ലൈറ്റ് കേട്ടോ. അത് ഇത്രയും നാളായിട്ട് അവർ അയച്ചു വെച്ചിട്ടില്ല. നമ്മളൊക്കെ അന്നേ അയച്ചു വെച്ച്. അങ്ങനെ നമ്മൾ ഗ്രൗണ്ടിലേക്ക് കയറിയിട്ടുണ്ടേ. ഇവർ പറഞ്ഞതാ ആ മരത്തിന്റെ താഴെ നിന്ന് കുറച്ച് ഫോട്ടോസ് എടുക്കാന്ന് പറഞ്ഞിട്ട് നമ്മളിങ്ങനെ അതുപോലെ തന്നെ ഉണ്ട്. എല്ലാ മരവും നോക്ക്, എല്ലാ മരത്തിന്റെ ഷേപ്പ് വ്യത്യാസം ഉണ്ടല്ലേ. എല്ലാം വ്യത്യസ്തമായ മരങ്ങൾ. ആ അതാ മലേന്റെ മുകളിലൊക്കെ കംപ്ലീറ്റ് വീണിട്ടുണ്ട് കേട്ടോ മഞ്ഞ്. ഗ്രൗണ്ട് ആയതേ. ഇന്ന് എന്ത് വേണം കളിക്കാം, കാരണം വഴിക്ക് പോകുന്നില്ല, പേടിയൊന്നും വേണ്ട. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഓടി കളിക്കാം, ചാടി കളിക്കാം. ഗ്രൗണ്ട് ആയതുകൊണ്ട് പിന്നെ പ്രശ്നമില്ല, നല്ല നിരപ്പായ ഗ്രൗണ്ടാ. അതെ അതെ, അതുകൊണ്ട് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇപ്പം ചെറുതായി മഴ വന്നോണ്ടല്ലേ. ഫോട്ടോഗ്രാഫർ നോക്കൂ, വേറെ എന്താ ചെയ്യാ, പിടിച്ചു നിൽക്കണ്ടേ. സത്യം പറഞ്ഞ കൈസ്, എൻ്റെ ഫോട്ടോ എനിക്ക് എൻ്റെ ഭർത്താവ് എടുത്താൽ മാത്രമേ സെറ്റ് ആവുള്ളൂ. അവർ 100 പ്രാവശ്യം എടുക്കണം. അതുകൊണ്ടാ അവരെന്നെ വിളിക്കുന്നുണ്ടേ ഫോട്ടോ എടുക്കാൻ. അപ്പം അങ്ങോട്ടേക്ക് പോവാം. നമ്മളങ്ങനെ ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞതാ റൂമിലേക്ക് പോകാമെന്ന് വിചാരിക്കുന്നത് അല്ലേ. കൈയൊക്കെ നന്നായിട്ട് തണുക്കുന്നുണ്ടേ. അതുകൊണ്ട് ഇനിയിപ്പം ഒന്നും നടക്കും തോന്നുന്നില്ല ഫോട്ടോഷൂട്ടൊന്നും. അപ്പോൾ പതുക്കെ വീട്ടിലേക്ക് പോയേക്കാം അല്ലേ. നാളെ എൻ്റെ ഫോട്ടോഷൂട്ട് ഉണ്ട്. നാളെ ഇവളുടെ വക ഫോട്ടോഷൂട്ടും അതുപോലെ വ്ളോഗും കാര്യങ്ങളും ഉണ്ടാവും. അതിനുവേണ്ടി നിങ്ങൾ റോഷ്ന റസിൽ എന്നുള്ള ഇൻസ്റ്റാഗ്രാം ID ഫോളോ ചെയ്യുക അല്ലേ. പിന്നെ യൂട്യൂബിൽ വീഡിയോസ് ഉണ്ടാവും. അപ്പോൾ നാളെ എനിക്ക് ഡ്യൂട്ടി കാര്യങ്ങളൊക്കെ തിരക്കായിരിക്കും. അപ്പോൾ നാളെയുള്ള വീഡിയോസൊക്കെ, പകൽ സമയത്തെ വീഡിയോസൊക്കെ ഇവള് കാണിച്ചു തരും.